ചെയ്യണം, ഇവൻ ഇനി എന്ത് പഠിച്ചാലും മുന്നോട്ട് പോകാൻ പറ്റും എന്നൊന്നും അറിയത്തില്ലാതെ നിന്ന ഒരു സമയം എൻ്റെ അമ്മേ മാതാവേ, നീ അല്ലാതെ ആരും ഈ പ്രശ്നത്തിന് പരിഹാരം കാണിച്ചു തരുവാനില്ല. ടി വിയിൽ ആരാധന നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ പേപ്പർ കൊണ്ട് ഇങ്ങനെ കാണിച്ച് പ്രാർത്ഥിച്ചു. അപ്പം പ്രാർത്ഥിച്ചു 3 പ്രാവശ്യം എടുത്തപ്പോൾ എൻ്റെ ഒരു വിശ്വാസമായിരുന്നു മാതാവ് അമ്മ ഇതിനകത്ത് ഇടപെടും എന്ന്. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് ഈ പേപ്പർ എടുത്ത് തുറന്നു 3 കുഞ്ഞു മക്കളെ കൊണ്ട് 3 പേരെ കൊണ്ട് ഈ പേപ്പർ എടുത്ത് തുറന്നു നോക്കിച്ചു. അപ്പോൾ 3 പ്രാവശ്യവും ജർമ്മൻ പഠനം ഇങ്ങനെയുള്ള ഒരു ഇത് തന്നെയാണ് എഴുതി വെച്ചിരുന്ന പേപ്പറിൽ നിന്ന് കിട്ടിയത്. ഇവിടുത്തെ ആരാധന നടക്കുന്ന സമയം, ഉടമ്പടി ആരാധന നടക്കുന്ന സമയത്ത് ഈ അമ്മ ആരാധന കണ്ടുകൊണ്ട് 2-3 കാര്യങ്ങൾ പേപ്പറിൽ എഴുതി. അപ്പോൾ ആരാധന ഒന്ന് ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഇനി അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾക്കാരിൽ അമ്മയെ കണ്ട വൈദികൻ വചനം നൽകുന്ന സമയമാണത്. ഒരുപാട് കർത്താവിൻ്റെ അനുഗ്രഹമുള്ള സമയമാണ്. അപ്പോൾ ആ വിശ്വാസത്തോടു കൂടെ ഒരു 3 കാര്യങ്ങൾ അതിൻ്റെ അകത്ത് എഴുതിയിട്ട് കൊച്ചുമക്കളെ കൊണ്ട് എടുപ്പിച്ചു. 3 തവണ എടുത്തപ്പോഴും അതിൻ്റെ അകത്ത് കിട്ടുന്നത് ജർമ്മൻ എന്നുള്ളതാണ്. എൻ്റെ പേര് ലിസമ്മ ജോസഫ്. ഞാൻ കോട്ടയം ജില്ലയിൽ പാലാ രൂപതയിൽ മൂന്നലവ് എന്ന സ്ഥലത്ത് താമസിക്കുന്നു. 2013 മാർച്ച് 13-ാം തീയതിയാണ് 2019 മാർച്ച് 13-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ എൻ്റെ 6 നിയോഗങ്ങൾ വെച്ചിരുന്നു. ആദ്യത്തിൽ 6 എണ്ണവും എനിക്ക് സാധിച്ചു തന്ന പരിശുദ്ധ അമ്മ എന്നോട് കാരുണ്യം കാട്ടി. അതിന് ആദ്യമായി തന്നെ എൻ്റെ അമ്മ മാതാവിനോടും ഈശോയോടും ഞാൻ 1000 നന്ദിയും സ്തുതിയും ബഹുമാനം പറയുന്നു. എനിക്ക് ലഭിച്ച ആദ്യമായി ഞാൻ ഉടമ്പടി നിയോഗം വെച്ചിരുന്നത് ഒരു വീട്, സ്വന്തമായി ഒരു വീട്ടിൽ താമസിക്കുക എന്നുള്ള ഒരു ആവശ്യമായിരുന്നു. 13 വർഷത്തോളമായിട്ട് വീടില്ലാതെ 5 വാടക വീടുകൾ മാറി. ഓരോ വാടക വീടും മാറുമ്പോഴും ഒത്തിരിയേറെ ഇങ്ങനെ സാധനങ്ങൾ കെട്ടിപ്പെറുക്കി ഇങ്ങനെ മാറിക്കൊണ്ടിരുന്ന സമയം ഞങ്ങളെ ഒത്തിരിയേറെ വിഷമിപ്പിച്ചിരുന്നു. ആ സാഹചര്യത്തിൽ നിന്ന് വളരെ അത്ഭുതകരമായി തന്നെ അമ്മ ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും സ്വന്തമായി ഒരു വീട് വാങ്ങാൻ ഇല്ലാത്ത ഒരു സ്ഥലം, ഒരു വാടക വീട് സെക്യൂരിറ്റിയൊക്കെ കൊടുത്ത് എടുത്തിട്ടിരുന്നു. അവിടേക്ക് മാറാൻ വേണ്ടിയിട്ട് സാധനമൊക്കെ കെട്ടിപ്പെറുക്കിക്കൊണ്ടിരിക്കുന്ന സമയം എന്നോട് എൻ്റെ മൂത്ത മകൻ പറഞ്ഞു, അമ്മേ ഇവിടെ ഇങ്ങനെ ഒരു വാടക വീട് തൊട്ടടുത്തുണ്ട്, അതോ അമ്മയൊന്ന് ചോദിച്ച് നോക്കിക്കേ, കൊടുക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ച് നോക്കിക്കേ എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ വാടക വീട് അന്വേഷിച്ച് അവരുടെ ചെന്നതാണ്. അപ്പോൾ അവർ പറയുന്നു, അത് മോൻ്റെ ഒരു കൂട്ടത്തിൽ പഠിച്ച ഒരു സുഹൃത്തായിരുന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങളത് വാടകയ്ക്ക് എടുക്കണ്ട, അത് വിൽക്കാനിട്ടിരിക്കുന്നതാണ്, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി നിങ്ങളത് വാങ്ങാൻ ശ്രമിക്കുക. അപ്പം 1 രൂപ പോലും ഞങ്ങൾക്ക് ഈ വീട് വാങ്ങാനായിട്ട് ഞങ്ങളുടെ കൈവശം ഇല്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, കുറച്ച് പൈസ ഇപ്പം തന്നിട്ട് ബാക്കി നിങ്ങൾ വാടക കൊടുക്കുക, അതിപ്പോൾ തന്നെ താമസിക്കുകയും ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് ഇടപെട്ടു. ഏതായാലും അത്ഭുതകരമെന്ന് പറഞ്ഞ നിലയിൽ അമ്മ മാതാവ് ഞങ്ങൾക്ക് 25 ലക്ഷം രൂപ ബാങ്കിൽ നിന്നായിട്ട് അപ്പോൾ തന്നെ യാതൊരുവിധ ഇതും ഇല്ലാതിരുന്ന ഞങ്ങൾക്ക് അവിടെ വീട് വാങ്ങാൻ ലോൺ അനുവദിച്ച് കിട്ടുകയും 1 രൂപ കടം വരുത്താതെ 15 സെൻറ്റ് സ്ഥലവും ഒരു നല്ല വീടും മെയിൻ റോഡ് തീർന്ന് വാങ്ങിക്കുവാൻ അമ്മ അനുവദിക്കുകയും ചെയ്തു. അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ രണ്ടാമതായി ഞാൻ നിയോഗം വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു, എൻ്റെ 13 വർഷങ്ങളോളമായിട്ട് ഈ ചൊറിച്ചിൽ, ദേഹമാസകലം ചൊറിഞ്ഞ് പിന്നെ പൊട്ടിക്കീറുന്ന അവസ്ഥ, ചൂടുകുരു പോലെ വന്ന് ചൊറിഞ്ഞ് അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥ, പുഴുക്കടി പോലെ വരുന്ന ഒരവസ്ഥ, അങ്ങനെ 3 തരം അലർജികളാൽ ഞാൻ ഒത്തിരിയേറെ വിഷമിച്ചു. അപ്പം അവിടെ ചെന്നപ്പോൾ ഓരോ ഹോസ്പിറ്റലും മാറുമ്പോഴും പറഞ്ഞു സോറിയാസിസ് ഉണ്ട്, സൂര്യൻ്റെ ചൂടേൽക്കുമ്പോൾ സംഭവിക്കുന്ന രോഗങ്ങളുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള പുഴുക്കടി, അങ്ങനെ പലതരത്തിലുള്ള അലർജികളാൽ ഞാൻ വിഷമിക്കുകയായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് പോയി ഉടമ്പടി എടുത്ത് 2ാമത്തെ പ്രാവശ്യത്തെ ഉടമ്പടി പുതുക്കി ഇവിടെ നിന്ന് പോയി മാതാവിൻ്റെ തൈലം കൊണ്ട് ഈ തൂത്തു. എനിക്ക് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ആ സോറിയാസിസ് പോലെ പൊട്ടി ഒഴുകിക്കൊണ്ടിരുന്ന ആദ്യത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചനം ലഭിച്ചു. പക്ഷേ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എങ്കിലും സോറിയാസിസ് അങ്ങനെ പൊട്ടി ഒഴുകുന്ന അവസ്ഥയിൽ നിന്ന് എനിക്ക് വിടുതൽ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ 3ാമതായിട്ട് ഞാൻ നിയോഗം വെച്ചിരുന്നു, എൻ്റെ ഇളയ മകൻ 10-27 വയസ്സ് പ്രായമുണ്ട്. അവന് ഡിഗ്രി കഴിഞ്ഞു, വേറൊന്നും പഠിക്കാൻ പോയില്ല, ചെറിയ തൊഴിലുകളൊക്കെ ആയിട്ട് നടന്നു. ഒരു ജോലി, സ്ഥിരമായ ഒരു ജോലിയോ വരുമാനമോ ഒന്നുമില്ല. അവൻ ആകെപ്പാടെ നിരാശയിലും വിഷമത്തിലും ആയിരുന്നൊരു സമയം. അപ്പോൾ
എന്ത് ചെയ്യണം, ഇവൻ ഇനി എന്ത് പഠിച്ചാലും മുന്നോട്ട് പോകാൻ പറ്റും എന്നൊന്നും അറിയത്തില്ലാതെ നിന്ന ഒരു സമയം ഞാനന്ന് മാതാവിൻ്റെ യൂട്യൂബിൽ കൂടി ടി വിയിൽ ആരാധന നടക്കുന്ന സമയം എല്ലാ ആരാധനയിലും പങ്കുകൊള്ളുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഒരു പേപ്പറിൽ ഇവനെ പുറത്തേക്ക് വിദേശത്തേക്ക് പോകണം, പഠിക്കാൻ പോകണം എന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുമായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും സാധിക്കുന്നില്ലാത്ത അവസ്ഥയായിരുന്നു. എല്ലാം തടസ്സങ്ങളായിരുന്നു. വിസ ക്യാൻസലായി, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു ഇവൻ്റെ പേരിലുണ്ടായിരുന്നത്. ഞാൻ ഏതായാലും എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ അമ്മേ മാതാവേ, നീ അല്ലാതെ ആരും ഈ പ്രശ്നത്തിന് പരിഹാരം കാണിച്ചു തരുവാനില്ല. അതുകൊണ്ട് ഈ മകൻ്റെ പ്രശ്നത്തിന് പരിഹാരമായിട്ട് അമ്മ കടന്നു വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ 3 പേപ്പറിൽ 3 നിയോഗങ്ങൾ, അവനെക്കുറിച്ചുള്ള ഇവൻ പറയുന്ന 3 കാര്യങ്ങൾ എഴുതി ഞാൻ ഈ ആരാധനയുടെ സമയത്ത്, ഞാൻ ടി വിയിൽ ആരാധന നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ പേപ്പർ കൊണ്ട് ഇങ്ങനെ കാണിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചു 3 പ്രാവശ്യം എടുത്തപ്പോൾ എൻ്റെ ഒരു വിശ്വാസമായിരുന്നു മാതാവ് അമ്മ ഇതിനകത്ത് ഇടപെടും എന്ന്. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് ഈ പേപ്പർ എടുത്ത് തുറന്നു 3 കുഞ്ഞു മക്കളെ കൊണ്ട് 3 പേരെ കൊണ്ട് ഈ പേപ്പർ എടുത്ത് തുറന്നു നോക്കിച്ചു. അപ്പോൾ 3 പ്രാവശ്യവും ജർമ്മൻ പഠനം ഇങ്ങനെയുള്ള ഒരു ഇത് തന്നെയാണ് എഴുതി വെച്ചിരുന്ന പേപ്പറിൽ നിന്ന് കിട്ടിയത്. ഞാൻ പറഞ്ഞു, മോനെ, നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി ഇത് തന്നെയാണ്, നീ ഇതിന് തന്നെ പോവുക, നീ വേറെ പുറത്തേക്ക് പോകാനോ വേറെ ഒന്നിനും നീ നോക്കണ്ട, ഇതിന് തന്നെ പൊക്കോ എന്ന് പറഞ്ഞ് അവനെ ഞാൻ ജർമ്മൻ പഠിക്കാനായി പറഞ്ഞു വിട്ടു. ഇവൻ പഠിക്കുന്ന കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിയോ ബോധമോ അങ്ങനെ ഒന്നും ഉള്ള ആളല്ല. അത്യാവശ്യം നന്നായി പരിശ്രമിക്കും, പ്രാർത്ഥിക്കും, അങ്ങനെ ജയിക്കുന്ന ഒരാളായിരുന്നു. അല്ലാതെ സ്വന്തം കഴിവ് കൊണ്ട് നേടാനുള്ള ഇതൊന്നും അവനില്ലായിരുന്നു. എങ്കിലും അവൻ പരീക്ഷ അവൻ ജർമ്മൻ ഗോയത്ത് സെൻറ്റർ, തിരുവനന്തപുരത്ത് ഗോയത്ത് സെൻറ്ററിൽ പോയി ജർമ്മൻ പഠിക്കുകയും A1 A2 B1 പരീക്ഷയായപ്പോൾ ഇവൻ പറഞ്ഞു, അമ്മ എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഞാൻ പരീക്ഷയെ തോറ്റു പോകും, ഇത് പൂർത്തിയാക്കാനൊന്നും എനിക്ക് അതിനുള്ള കഴിവില്ല. ഞാൻ പറഞ്ഞു, മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് നീ പോയി പരീക്ഷ എഴുതുക, അമ്മ നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞു. അവൻ ഏറ്റവും 4 വിഷയമായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. അതിൽ ഏറ്റവും പാടുള്ള വിഷയത്തിന് അവന് ഏറ്റവും നല്ല മാർക്ക്. എല്ലാവരെയും അതുവരെയും അവനെ അവിടെ ആരും തന്നെ അറിയുന്ന ഒരു ആൾ പോലും അല്ലായിരുന്നു. പക്ഷേ ആ എക്സാം കഴിഞ്ഞു അവൻ്റെ റിസൾട്ട് വന്നു. എല്ലാവരും ജയിക്കുമെന്ന് ഓർത്തവരൊക്കെ തോറ്റുപോയി. ഇവൻ ഇത്രയും കഴിവ് കുറഞ്ഞ എൻ്റെ മകൻ ആ പരീക്ഷയിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങി വിജയിച്ചു. അത് മാതാവ് തന്നതാണ്. ഇന്നും അവൻ പറയും, എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ അന്ന് ആ പരീക്ഷയെ പാസ്സായത്. ആ പരീക്ഷ കഴിഞ്ഞ ഉടൻ തന്നെ അവൻ നവോദയ സ്കൂളിൽ അവനെ താൽക്കാലികമായി ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുവാൻ 34,000 രൂപ ശമ്പളത്തോടു കൂടി ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുവാനുള്ള അവസരവും പരിശുദ്ധ അമ്മ മാതാവ് ഒരുക്കി കൊടുത്തു. അങ്ങനെ അവൻ കഴിയുന്നു. പിന്നെ അടുത്തതായി നാലാമത്തേതായി എൻ്റെ മരുമോള് MSc നഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരുന്ന സമയം മുതൽ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ മാതാവേ, ഈ പഠനം തീർന്നു കഴിയുന്ന ഉടൻ തന്നെ അവൾക്ക് ഒരു നല്ല ജോലി, അലഞ്ഞു തിരിയാതെ എങ്ങും കയറി ഇറങ്ങി നടക്കാതെ ഒരു നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് നിയോഗം എഴുതി പ്രാർത്ഥിച്ചിരുന്നു. അതും അമ്മ സാധിച്ചു കൊടുത്തു. അവളുടെ പരീക്ഷ കഴിഞ്ഞ ഉടൻ തന്നെ അവൾക്ക് PSc കിട്ടുകയും അവൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ MSc നേഴ്സായി ജോലി ചെയ്യുകയും സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ എൻ്റെ മോള്, അവൾ 3.5 വർഷത്തോളമായി അവളുടെ കൊച്ചിന് അസുഖമായിട്ട് അവൾക്ക് നേഴ്സായിരുന്നു. അവൾക്ക് ജോലിക്ക് പോകാൻ സാധിക്കാതെ വീട്ടിൽ കഴിഞ്ഞുകൂടുമായിരുന്നു. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ഇവൾക്ക് ഗ്യാപ്പൊക്കെ വന്നതുകൊണ്ട് ഇവൾക്ക് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഗ്യാപ്പ് നികത്താനാണ് പറയുന്നത്. പക്ഷേ ആരും ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. അങ്ങനെ ഇരുന്ന് അവൾ പഠിച്ച മേഖലയിൽ തന്നെ അവൾക്ക് പരിശുദ്ധ അമ്മ മാതാവ് വഴിയായി ജോലി ചെയ്ത് അവൾ സുഖമായി കഴിയുന്നു. പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയാം. ഈ അമ്മയുടെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഉടമ്പടി ചെയ്തപ്പോൾ കിട്ടിയ ഏറ്റവും വലിയൊരു സാക്ഷ്യം